മാവോയിസ്റ്റുകൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുത്, കീഴടങ്ങുന്നവർക്ക് നിയമമനുസരിച്ച് ഇളവ് ലഭിക്കുമെന്നും ചുവപ്പൻ ഭീകരത എന്നേക്കുമായി തുടച്ചു നീക്കുമെന്നും അമിത് ഷാ ദന്തേവാഡയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിൽ സംസാരിക്കവെയാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് മാവോയിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുന്നറിയിപ്പ് നൽകിയത്. വെടിയൊച്ചകൾ ജനങ്ങളുടെ സമാധാനം കളഞ്ഞിരുന്ന കാലം കഴിഞ്ഞെന്നും വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുതെന്നും അമിത് ഷാ പറഞ്ഞു. കീഴടങ്ങുന്ന ഭീകരർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമപ്രകാരം സംരക്ഷണം നൽകും. നിലവിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. बम धमाके होते थे। मैं आज भी सभी जिनके हाथ में हथियार है वो और हथियार नहीं है वो सभी नक्सली भाइयों को विनती करने आया हूं, आप हथियार डाल दीजिए, मेन स्ट्रीम में आइए, आप हमारे अपने हैं। कोई भी नक्सली मारा जाता है, किसी को आनंद नहीं होता है, मगर इस क्षेत्र को विकास चाहिए। हमारे देश के प्रधानमंत्री जो 50 साल से विकास नहीं हुआ, नरेंद्र मोदी जी ये 5 साल में बस्तर को सब कुछ देना चाहते हैं, सब कुछ देना चाहते हैं. അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3 മാസത്തിനിടെ 521 ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട്. മാർച്ച് 28-ന് സുക്മ ദന്തേവാഡ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരും ബീജാപൂർ കാങ്കർ മേഖലകളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 22 ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ജനം, ഡൽഹി.